സീറോ മലബാർ സഭ പ്രോലൈഫ് അപ്പസ്തോലിക് സെക്രട്ടറിയായി കോതമംഗലം രൂപതാംഗവും സജീവ പ്രോലൈഫ് പ്രവർത്തകനുമായ ശ്രീ ജോയ്സ് മുക്കുടം തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ സെക്രട്ടറി സാബു ജോസ് വിരമിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനം. സാമൂഹിക തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിനും സുവിശേഷ പ്രഘോഷണത്തിനായി മാജിക് എന്ന കല ഉപയോഗിച്ചതുവഴി ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ജോയ്സ് മുക്കുടം. ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി വിപത്തിനെതിരെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബൈക്കിൽ ലഹരി വിരുദ്ധ പോസ്റ്ററുകളും ചിത്രങ്ങളും പതിച്ച് പ്രത്യേക വേഷ സംവിധാനങ്ങളോടെ ബോധവൽക്കരണ യാത്ര നടത്തുകയാണ് സീറോ മലബാർ സഭ പ്രോലൈഫ് അപ്പസ്തോലിക് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോയ്സ് മുക്കുടം. രാസലഹരി ആധുനിക തലമുറയുടെ ഭാവിയും ജീവിതവും ആപത്തിലാക്കുമെന്ന് അദ്ദേഹം ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചു. ആധുനിക തലമുറ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് രാസലഹരികളിലേക്കാണ്, സിന്തറ്റിക് ലഹരികളിലേക്കാണ്. നമുക്കറിയാം, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പരിശോധിക്കുമ്പോൾ MDMA പിടിച്ചെടുത്തു, എക്സൈസ്, പോലീസ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. MDMA എന്ന് പറഞ്ഞാൽ മെത്തലിൻ ഡയോക്സി മെറ്റാഫിറ്റമിൻ എന്നാണ്. നമുക്കറിയാം, നിറമില്ല, മണമില്ല, ഒരു രുചിയുമില്ലാത്ത ഒരു സാധനം കുട്ടികളെ ഉള്ളിൽ പല രീതിയിൽ എത്തിച്ചു കഴിയുമ്പോൾ ഇവരുടെ തലച്ചോറിൽ ഹാപ്പിനെസ് ഹോർമോൺ എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ ലഹരി ഉപയോഗിച്ചിട്ട് 10 മടങ്ങ് അത് വർദ്ധിക്കുമ്പോൾ അവരെന്തെന്നില്ലാത്ത ആനന്ദാനുഭൂതികളിൽ, വിഭ്രാന്തികളിലൊക്കെ ചെന്നെത്തുകയാണ്. അതിൻ്റെ ലഹരി കെട്ടടങ്ങിയാൽ പിന്നെ അവർ വിഷാദത്തിലേക്കൊക്കെ കടന്നു പോകുന്ന അവസ്ഥ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, MDMA ഓർക്കുക, ഈ MDMA ഇന്ന് സുലഭമാണ്. ഉള്ളിടത്തൊക്കെയും MDMA, പെട്ടിക്കടകളിൽ MDMA, മാടക്കടകളിൽ MDMA, നാടടക്കം ഇന്ന് MDMA. ഇത് വലിച്ചു കീറിയതുപോലെ അവരുടെ വ്യക്തിത്വം, അവരുടെ ഭാവിയെ, അവരുടെ ജീവിത ലക്ഷ്യത്തെ എല്ലാം പിച്ചി ചീന്തി കളയുകയാണ് ഈ രാസലഹരി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് MDMA ലഹരികളൊന്നും നമുക്ക് വേണ്ട എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതിജ്ഞ എടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ദൈവം തന്ന മനോഹരമായ ജീവിതമുണ്ടല്ലോ, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനമായ ജീവനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കടന്നു വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോക്കൂ, ശ്രദ്ധിച്ചു കൊള്ളുക. MDMA വേണ്ട, നമുക്ക് വേണ്ട, നമ്മുടെ വീട്ടിൽ വേണ്ട, നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന ദൃഢപ്രതിജ്ഞ നമ്മൾ എടുത്തില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ നമ്മുടെ മനോഹരമായ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് ജീവൻ മനുഷ്യജീവൻ ദൈവം നൽകിയ ദാനമാണ്. ജീവനെ കൊന്നു നശിപ്പിക്കാൻ ആർക്കാണിവിടെ അവകാശം? സ്വന്തം ഉടമസ്ഥാവകാശം ലഹരിക്ക് എഴുതി കൊടുക്കരുത്. മക്കളെ, പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ജീവനെയും ജീവിതത്തെയും സ്നേഹിച്ചുകൊണ്ട് MDMAയോട്, രാസലഹരിയോട് ഇവിടെ പറയാൻ കഴിയണം. MA പഠിക്കാൻ പോയാലും MD പഠിക്കാൻ പോയാലും MDMA വാങ്ങാനായി നിങ്ങളാരും പോകരുതേ. പ്രത്യേകിച്ച് യുവജനങ്ങളെ, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ, ജീവൻ വിശുദ്ധമായി സൂക്ഷിക്കൂ. ദൈവസന്നിധിയിൽ നമുക്ക് കണക്ക് കൊടുക്കേണ്ടി വരും.